അടിച്ചുപോയി ഗായ്സ്, അടിച്ചുപോയി. നമ്മുടെ ഫെയറോമീറ്ററും സ്പീഡോമീറ്ററും രണ്ടും വർക്ക് ചെയ്യാനുള്ള ഇന്നത്തെ വീഡിയോ. ആ സംഭവം ഇങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് അത് ശരിയാക്കാനുള്ള. ഇത് ഗിയറാണ്, പിനിയനും ഗിയറും. ഇപ്പം ഇത് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഗിയറാണ്. ഇതിന് ഒരു 65 രൂപ ആ റേറ്റുള്ളു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇത് അഴിച്ചു നോക്കാം കേട്ടോ. വണ്ടി ഒന്ന് അഴിച്ചു നോക്കട്ടെ. ഞാനിപ്പോൾ എറണാകുളത്ത് കോട്ടത്തിലാണ്, പനമ്പള്ളിയാറ് ഭാഗത്താണ് കിടക്കുന്നത്. എന്തായാലും ഈ റോട്ടിട്ട് തന്നെ സംഭവം റെഡിയാക്കിയിട്ട് പോകാൻ നിർത്താൻ. ഇവിടെ ഭയങ്കര ചെക്കിങ് ആണ്, MVD ചെക്കിങ് ഒക്കെയാണ്. മീറ്ററൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഐസ് ഫൈൻ കിട്ടും. അപ്പോൾ പണിയിലോട്ട് കിടക്കാട്ടോ. നേരെ വണ്ടിയുടെ ബാക്കൊക്കെ ഞാൻ തുറന്നിട്ടേക്കണേ. ഓക്കെ, നമുക്ക് ബാഗാണ് പിന്നെ ടൂൾസ്. ഒരു ക്ലച്ച് നമ്മളെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പണി കൊടുക്കണം. അതിനുവേണ്ടി സെറ്റാക്കിയിട്ടേക്കണുണ്ടോ. എല്ലാവരും ഒരെണ്ണം മേടിച്ച് നോക്കണം നല്ലതായിരിക്കുള്ളൂ. ഒക്കെ പൊട്ടി രാത്രിയൊക്കെയാണ് കിടക്കണമെങ്കിൽ നല്ല രസമായിരിക്കുള്ളൂ. ഇത് ക്ലച്ച് കേബിൾ മാറാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാനെന്താണെങ്കിലും ക്ലച്ച് കേബിളിന് ചേഞ്ച് ചെയ്യാൻ നടക്കും എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു വീഡിയോയും കൂടി ഞാൻ സെറ്റാക്കിയിടാം. പിന്നെ കേബിൾ മേടിച്ച് വെച്ചില്ലെങ്കിലും ഒരു ഇന്നറും തുണിയനെങ്കിലും നിങ്ങൾ മേടിച്ച് കയ്യിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകും. അതെങ്ങനെയാണ് മാറണമെന്നുള്ളത് ഇതൊരു 10 രൂപ ഡൈസ് കിടക്കട്ടെ, പകുതി കിടക്കട്ടെ. അപ്പോൾ അതെങ്ങനെയാണ് മാറണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ്ട് നമ്മുടെ ടൂൾസ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബോക്സിൻ്റെ ലോക്കലുണ്ട്. ഇത് ഞാൻ ഒരു 300 രൂപയൊക്കെ മേടിച്ചാണ്. പക്ഷെ സംഭവം വർത്ത്. ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച്. അപ്പോൾ ഇനി നമുക്കിത് അഴിക്കാം. ഇട്ടിട്ടുണ്ട് ഇത് അഴിക്കണ്ട. അഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. സാധനം മാറ്റി നോക്കട്ടെ. നമ്മുടെ ഐറ്റം വന്നത് ഇവിടെയാണ്. വേരി വേണ്ട, ഈ സാധനം ഉണ്ടോ നമുക്ക് ചെയ്യണ്ട. അത് ഞാൻ എന്തായാലും അഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ കയറി പണിയേണ്ട പണിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഞാൻ അഴിക്കാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇതിങ്ങനെ ഊരിയെടുക്കാം. ഓക്കെ, വണ്ടി അത്യാവശ്യം ചൂടായിട്ടിരിക്കണേ. ഓക്കെ, കണ്ടോ സ്റ്റ് വലിച്ചപ്പോൾ തന്നെ പോകുന്നു. ഈ സാധനവും മാറ്റണ്ട്. അതിനു വേണ്ടി ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് അഴിക്കണം. 10ൻ്റെ ബോൾട്ടാണ്. ചമ്മല് ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. അത് 10 അല്ല, 8ൻ്റെ ബോൾട്ടാണ്. നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ. സംഭവം ഇത് പോന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥ എന്നാ നോക്കട്ടെ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ. സിമ്പിളാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു കട്ടിങ് ഉണ്ട്. അത് ഈ പഴയതിൻ്റെ അകത്ത് അത് കാണാനുള്ള എന്തോ അത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. നോക്കാം, മാറ്റിയിട്ട് നോക്കാം. ഇതെന്തായാലും സെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെയാണ്. നേരെ അത് ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയാൽ മതി. ഓക്കെ, ഈ സെറ്റ് ചെയ്യണതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം. ഗ്രീസ് നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് തേച്ച് കൊടുക്കാം. ഓക്കെ, മതിയാവും. ഒറ്റക്കായതുകൊണ്ട് ചെറിയ ടാസ്ക്. ഞാൻ ഗ്രീസ് ചെയ്യട്ടെ.
സംഭവം അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബോൾട്ട് ഇട്ട് കൊടുക്കാം. പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കേബിളൊക്കെ എടുത്ത് രണ്ടാമത് കണക്ട് ചെയ്ത് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ അടക്കണം. അടുത്ത പരിപാടി കവർ അടക്കലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ശരിയായെന്ന് അറിയണ്ടേ. ഞാനതൊക്കെ ക്ലോസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഉണ്ടോ കംപ്ലൈൻറ്റ്. ഇതിൽ ഈ പുറമേയുള്ള ഈ പല്ലൊന്നും തേഞ്ഞിട്ടൊന്നുമില്ല. കാണുമ്പോൾ നല്ല പക്ക സാധനമാണ് കണ്ട, തേഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഉള്ളിൽ ഒരു കട്ടിങ് ഉണ്ട്, ഗാഡിയുണ്ട്, സ്ക്വയർ കട്ടിങ്. എൻ്റെ വണ്ടി സ്ക്വയർ ടൈപ്പാണ്. ഇത് പല ടൈപ്പ് ഉണ്ട്, -1 ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറണമെങ്കിൽ അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം മാറാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് വരാൻ കാര്യം കേട്ടോ. മെയിനായിട്ടൊന്നുമില്ല. സ്പീഡോമീറ്ററും ഫെയർ മീറ്ററും രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു പിനിയൻ ഉണ്ട്, ആ പിനിയനായിരിക്കും. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് നോക്കിയേ 68 രൂപയുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ വരുമ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.